ഹായ് ഗൈസ്, മഴത്തോരും മുമ്പേ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയന്തി ഡ്രസ്സ് ചെയ്ത് മുത്തശ്ശിയോട് യാത്ര പറയാൻ വരുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്നും പോകുക എന്ന് പറയാൻ വന്നതാ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നത്, ഇനിയെങ്കിലും നീ അവിടെ പോയി അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നോക്കുക എന്ന്. അമ്മ എന്തിനാ അത് എന്നോട് പറയുന്നത്? പിന്നെ അവൾ പോകുമ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞേച്ചാ പോയത് എന്ന് വൈജയന്തി പറയുമ്പോൾ, എന്ത് കാര്യം? 23 വർഷം മുമ്പ് ആഗ്രയിൽ ഒരു അന്യ പുരുഷനോടൊപ്പം ജീവിച്ചില്ലേ എന്ന് അവൾ എന്നോട് ചോദിച്ചു. അത് അവൾക്ക് എങ്ങനെ കൃത്യമായി അറിയാം എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അവൾ പറഞ്ഞത് സത്യമല്ലേ? ആ പുരുഷനോടൊപ്പം നീ ജീവിച്ചില്ലേ? ഇനിയെങ്കിലും ഒന്നും ബാലചന്ദ്രനെ പ്രകോപിപ്പിക്കാതെ ഇരിക്കാൻ നോക്ക്. ഇടയ്ക്ക് അവർ തമ്മിൽ ഫോൺ വിളികളും അന്വേഷണങ്ങളും ഒക്കെ ഉണ്ടാകും എന്ന് പറയുമ്പോൾ, ഒന്ന് ചത്തു കിട്ടിയാൽ മതിയായിരുന്നു ശവം എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നത്, നീയാണ് ആ നാവ് കൊണ്ട് ശപിച്ചിട്ട് പുഴുത്തു ചാവാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ വൈജയന്തിക്ക് ദേഷ്യം വരുന്നു. അമ്മ എന്തിനാ എന്നെ പ്രാകുന്നത് എന്ന് ചോദിച്ച് അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങുന്നു. അതേസമയം ബാലചന്ദ്രൻ അലീനയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് സ്റ്റാൻലി ജോസഫ് എന്ന് പേരുള്ള ഒരാളെ ഓർമ്മയുണ്ടോ? അയാളാണ് കുളത്തൂർ പുഴയിലെ പ്ലാന്റർ. അയാളുടെ അടുത്തേക്കാ ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത്. അയാൾ ആരാണ് എന്ന് നിനക്കിപ്പോൾ മനസ്സിലായല്ലോ എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും അലീനയ്ക്ക് ശ്വാസം നിലച്ചതുപോലെയായി. സ്റ്റാൻലി ജോസഫ് അച്ഛനോട് എന്തു പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ, അയാൾ നിന്നെ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് അലീനയുടെ കയ്യും പിടിച്ച് നടക്കുന്നത് പ്രമോവായി കാണിക്കുന്നത്. തൻ്റെ സ്വന്തം അച്ഛനെ കണ്ടുപിടിച്ച് അയാളുടെ മുമ്പിലും തനിക്ക് വേണ്ടി അച്ഛൻ തലകുനിച്ചല്ലോ എന്നോർത്ത് അലീനയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഇനി വരും എപ്പിസോഡുകളിൽ അലീനയുടെ അവിടുത്തെ ജീവിതമായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. കാത്തിരുന്ന് തന്നെ കാണാം. ഇതൊക്കെയാണ് പ്രമോവായി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ അടിപൊളി പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.